നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇൻഫെർട്ടിലിറ്റി, അതായത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കുട്ടികൾ ഉണ്ടാകുന്നതും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ കാര്യം ചെറുതായിട്ട് പറയാം. അവർ കൂടുതൽ അറിയേണ്ടതും സെക്സിനെ പറ്റിയാണ്. പക്ഷേ എല്ലാ ഡോക്ടേഴ്സും അതേപ്പറ്റി പറയാൻ മടിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്കാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലംസായിട്ട് അവർ പറയുന്നതിൽ. അതിന് ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ആണുങ്ങൾക്കുള്ള ഒരു കുഴപ്പം, ഇത്രയും വർഷം അവിടെ താമസിക്കുന്നത് കൊണ്ട് യാതൊരു സ്ത്രീകളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അതേസമയം ഒരു ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യത, യൂറോപ്പിലും അമേരിക്ക ആണെങ്കിൽ. ഇത് അറേബ്യൻ രാജ്യങ്ങൾ അവർ സെക്ഷലായിട്ടുള്ളതിന് വളരെ സ്ട്രിക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആഹാര രീതി, പിന്നെ അവൻ്റെ ഈ ശാരീരികമായിട്ടുള്ളതും മാനസിക സംഘർഷമാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ അവർ പൈസ ചിലവാക്കി ജോലിയൊക്കെ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കും. പക്ഷേ അതുകൊണ്ട് ഈ പ്രയോജനം വരുന്നില്ലല്ലോ. അപ്പോൾ നാട്ടിലുള്ള ലേഡീസ്, അതായത് അവൻ്റെ വൈഫിനായാലും പിന്നെ അവനായിക്കഴിഞ്ഞാലും എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആണുങ്ങൾക്കുള്ള ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ സീക്രട്ട് സ്ഖലനമാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങളെ പറ്റി ആലോചിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെക്ഷലായിട്ട് ചിന്തിക്കുകയോ വെച്ച് കഴിഞ്ഞാൽ തന്നെയും അവർക്കിത് വരാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഇതിന് ബന്ധപ്പെടുന്നതിന് അവർക്ക് വലിയൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ആ ലിമിറ്റേഷൻസ് ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ലിമിറ്റേഷനേ ഉള്ളൂ. കാര്യം, ഒന്നിലെ പ്രായത്തിലുള്ള വ്യത്യാസം വരും, ആഹാരത്തിൻ്റെ വരും, ടൈമിൻ്റെ വരും, സകല കാര്യങ്ങളും ഇതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കും. പക്ഷേ ഈ സീക്രട്ട് സ്ഖലനം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ന്യൂറോപ്പതി വരും, അതുപോലെ ഹോർമോൺ ഇംബാലൻസ് വരും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിച്ച് നിങ്ങളൊരു ഉപദേശം വാങ്ങിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതില്ലെങ്കിൽ ഫാമിലി ബന്ധം തന്നെ ഇല്ല. എത്രയോ ഗൾഫിൽ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ ഡൈവേഴ്സ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ഇതാണ്. അവരുടെ ഫാമിലിയും പോവും, അവരുടെ സമ്പത്തും ഇതെല്ലാം പോവും. ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് സെക്ഷൽ കോണ്ടാക്റ്റാണ് പ്രധാനമായിട്ടൊരു 99%. പിന്നെ ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നതിന് ശേഷം അവനെ നല്ലൊരു ഡോക്ടറെ കാണുകയോ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ട് അവരുടെ ഉപദേശം വന്നു കഴിഞ്ഞാൽ ആ ഫാമിലി ജീവിതം നന്നായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും നിങ്ങൾക്കൊരു പ്രയോജനം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രധാനമായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഹോളിസ്റ്റിക് വേയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതിൽ കൂടുതലായിട്ട് ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം, പിന്നെ ഊമകൾക്ക് വരെയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.